വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ. അതിനായി കുറച്ച് ബട്ടൺ മഷ്റൂമാണത്. അപ്പോൾ ഇതാണ് കിട്ടിയതിപ്പോൾ. അപ്പോൾ ഇതിനാണ് വെച്ചിട്ട് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. സോ ഈ മഷ്റൂമിനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ അതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു കപ്പ് ബിരിയാണി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജീരകശാല അരിയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഏത് അരി അവൈലബിൾ ആണോ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ അരി ഒന്ന് നല്ലോണം ഒന്ന് കഴുകി അതിനെ ഒന്ന് വേവിക്കാൻ വയ്ക്കണം. ഓക്കെ. പിന്നെ വൈകിട്ട് നമുക്ക് ഈ മഷ്റൂമിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും വേണം. ഓക്കെ. ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അരിയെല്ലാം നല്ലോണം 2-3 പ്രാവശ്യം കഴുകി നല്ല വെള്ളം നിറച്ചിട്ട് അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അരിയൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷെ ഫുള്ളായിട്ട് വേവാൻ പാടില്ല കേട്ടോ. ഒരു പകുതി അല്ലെങ്കിൽ ഇത്തിരി കൂടി ആവാം, അത്രയേ ഉള്ളൂ. ഓക്കെ. നമ്മളിതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ചോറൊക്കെ വാർത്ത് അതിനെ ഒന്ന് കുടഞ്ഞൊന്ന് തണുക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ പോയി നോക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ മഷ്റൂം റൈസ് ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വരും. ഒരു 4 സ്പൂൺ ഓയിൽ ഒഴിച്ചോളൂ. അത് നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കണം ആ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു 4-5 ഗ്രാമ്പൂ, ഒരു 5 ഏലക്ക, 2 പട്ട, പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു ബിരിയാണി ഇല എല്ലാം കൂടി നന്നായിട്ടിട്ട് മൂപ്പിക്കുക കേട്ടോ. ഈ സമയത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി വേണ്ടവർക്ക് ഇടാം കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 2 മീഡിയം സൈസ് ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് കുനുകുനേന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് കുനുകുനേന്ന് മുറിച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആൾറെഡി പച്ചമുളക് ചേർത്തുകൊണ്ട് കുരുമുളക് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ചോറ് വേവിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പിടാം. ഞാൻ ഇടാത്തതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. മഷ്റൂം വേഗം കുക്കാവും. അതിന് അത്ര കുക്കിംഗ് സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്നാവും. അപ്പോൾ ആയിക്കഴിഞ്ഞു. ഇതിങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ അറിയാം. അതാ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് മല്ലിയില, പുതിന ഇല അല്ലെങ്കിൽ മേത്തി ഇല, ഏത് ഇല വേണമെങ്കിൽ ഇടാം കേട്ടോ, നന്നായിരിക്കും. ഞാനിന്ന് മേത്തി ഇലയാണ് ഇടുന്നത്, അതിനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇലയൊക്കെ ഇട്ട ശേഷം നമ്മളതിനെ ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി ഒരു സെക്കൻഡ് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു അടിപൊളി മഷ്റൂം ബിരിയാണി തയ്യാറാണ്. ഇത് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം, മഷ്റൂമൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. സോ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.